എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റും ഇന്ന് വൈകുന്നേരം പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഏത് സമയത്താണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം ഈ ഒരു 4 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റും അറിയാൻ സാധിക്കുന്നതാണ്. നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്, അതായത് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെൻറ്റും കാണാനായിട്ട് സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനായിട്ടുള്ള ലിങ്കുകൾ ഈ ഒരു വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അത് ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് അതിനായിട്ടുള്ള ലിങ്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലിസ്റ്റ് കാണാനുള്ള ലിങ്കും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ഐഡിയോ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടുകൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് കറക്ഷൻ ചെയ്യുന്നതിനായിട്ട് 28-ാം തീയതി വരെ അവസരം ലഭിക്കുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റുകളൊക്കെ വരുത്താവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു തവണ മാത്രമാണ് ഒരു വിദ്യാർത്ഥിക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയിട്ട് അത് എഡിറ്റ് ചെയ്ത ശേഷം കൺഫേം ചെയ്യും മുമ്പ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ കൺഫർമേഷൻ ചെയ്യാവൂ. കാരണം പിന്നീട് കൺഫർമേഷൻ ചെയ്യുന്നതിനായിട്ട് വീണ്ടും ഒരു അവസരം, അതായത് വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നതല്ല. കാരണം പല വിദ്യാർത്ഥികളും പിന്നീട് കോഴ്സൊക്കെ മാറ്റുന്ന സമയത്ത് പിന്നീട് ആ ഒരു കോഴ്സ് വീണ്ടും മാറ്റി പഴയതുപോലെ തന്നെ വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ഒരു പ്രാവശ്യം കൂടി ചെക്ക് ചെയ്ത ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. അപ്പോൾ 28-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുന്നതിനായിട്ട്, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുന്നതിനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ജൂൺ 28-ാം തീയതിക്കകം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കില്ല. ട്രയൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം, അതായത് ലാസ്റ്റ് അവസരം എന്നുള്ള രീതിയിലുമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനൊന്നും ലഭിക്കില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.